നമുക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഭ്രമിക്കും അതിലേക്ക്. കുറച്ചു കാലം അധികാരത്തിൻ്റെ സുഖം അനുഭവിച്ചാൽ മിക്കവരുടെയും സ്വഭാവം മാറും. എന്നാൽ ഭരതൻ അങ്ങനെ ആയിരുന്നില്ല. രാമൻ തിരികെ വന്ന് ഭരണം ഏറ്റെടുക്കുന്ന ദിവസം നോക്കി, ഓരോ ദിവസവും നോക്കി, ഓരോ നിമിഷവും നോക്കി കാത്തിരിക്കുകയായിരുന്നു ഭരതൻ. രാമൻ വരാൻ വൈകിയാൽ ശരീരം ഉപേക്ഷിക്കാൻ പോലും ഭരതൻ തയ്യാറായിരുന്നു. മുത്തശ്ശികൾ പറയുന്നൊരു കഥയുണ്ട്. ആലുംപഴം പഴുക്കട്ടെ, ആലുംപഴം പഴുക്കട്ടെ എന്നുകൊണ്ട് കാക്ക പ്രാർത്ഥിക്കുകയാണ്. ആലുംപഴം പഴുത്ത് കഴിഞ്ഞപ്പോൾ കാക്കയും കഴിക്കാൻ കാക്കയുടെ വൈ പുണ്ണുവന്നു. പുണ്ണുള്ളതുകൊണ്ട് പഴം കഴിക്കാൻ വയ്യ. അതുപോലുള്ള അവസ്ഥയെ ഉറക്കവും ഊണും ഉപേക്ഷിച്ചിട്ട് പണം നമ്മൾ സമ്പാദിക്കാൻ മാത്രം ശ്രമിക്കുകയാണ്. ധർമ്മബോധം കളഞ്ഞു സമ്പാദിക്കുക എങ്ങനെ ഇതിൽ നിന്ന് മോട്ടി കളനെ പോലെ. ഇതാണ് ചിന്ത. ഇത് കാരണം മക്കൾ അച്ഛനെ കൊല്ലുന്നുണ്ട് സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ ഇത് വല്ല ഉപയോഗിക്കാൻ പറ്റിയോ? ഉപയോഗിക്കാനും പറ്റിയില്ല. അതൊക്കെ ധാർമ്മിക കാര്യങ്ങൾ കൊണ്ട് ചെയ്താൽ ആ മക്കൾക്കും അതെത്തിച്ചേരും, നമുക്കും ശാന്തി ഉണ്ടാവും, അന്നതലമുറകൾക്കും ലോകത്തിനും അവർക്കും പരോപകാരത്തിലേക്ക് വരും. 1000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് രാമായണം. അപ്പം അതുപോലെ നമുക്കിപ്പം ഇന്നത്തെ കാലത്ത് നടക്കണമെന്നില്ല. എന്നാലും പല നല്ല കാര്യങ്ങൾ നമുക്ക് എടുക്കാമല്ലോ. ഈ ഉദാഹരണത്തിന് അച്ഛൻ കുറച്ച് പണം കടം മേടിച്ച് തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അച്ഛനത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മോൻ സത്യനിഷ്ഠയുള്ള മോനാണ്. മോൻ പറയാണ് ഞാൻ കൊടുക്കാം. മോൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുക. അച്ഛൻ്റെ സത്യം അച്ഛന് പാലിക്കാൻ പറ്റിയില്ലേ, മോൻ ധർമ്മനിഷ്ഠമുള്ള മോനായതുകൊണ്ട് മോൻ കൊടുക്കും, തിരിച്ചു കൊടുക്കും. അതുപോലെയാണ് ശ്രീരാമൻ ചെയ്തത്. അച്ഛൻ പറഞ്ഞില്ല, അല്ലെ അമ്മ പറഞ്ഞില്ല, എന്നിട്ടും മോൻ പോയി. എന്തുകൊണ്ട് പോയി? ഇതിങ്ങനെയും ചിന്തിക്കാം. ഇന്നത്തെ മാനേജ്മെൻറ്റ് നോക്കുമ്പോൾ ആ മോൻ പോകേണ്ട ആവശ്യമില്ല, തിരിച്ചു ചോദിക്കാം. പക്ഷേ ധർമ്മനിഷ്ഠനായ മോൻ അന്ന് സത്യ കാലമാണ്. അപ്പോൾ അത് മോൻ ചെയ്തെന്ന് വിചാരിച്ചാൽ മതി. അതേ രീതിയിൽ ഒരു കാഴ്ചപ്പാട് നമ്മൾ കണ്ടാൽ മതി രാമനിൽ നിന്നും. ആ ഒരു രീതി നമുക്കത് സ്വീകാര്യമാകാം. അപ്പോൾ അതിൽ നിന്ന് ഒരു മാതൃക എടുക്കേണ്ട ആ ഒരു കാര്യത്തിലാണ്. പിന്നെ സഹോദരനും എന്താണ്, ആ രാജ്യം തനിക്ക് അർഹതപ്പെട്ടതല്ല, ചേട്ടൻ്റെതാണ്. അന്നത്തെ കാലത്ത് ആ ഒരു രീതിയാണ്, കീഴ്വഴക്കമുണ്ട്. ഇപ്പോൾ ചേട്ടൻ അനിയനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അനിയൻ അത് ചേട്ടനെ തന്നെ ആ പീഠത്തിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ദാസ്യഭാവത്തിൽ ആ രാജ്യം നോക്കി. അത് നമുക്ക് മാതൃകയല്ലേ. കീഴ്വഴക്കം അവിടെ വന്നല്ലോ. ഈ വലിയ ചേട്ടന് ഒറ്റയ്ക്ക് പോവാണ് കാട്ടിലെ വന്യമൃഗങ്ങളൊക്കെ ചേട്ടനെ പിടിപ്പിക്കാം, അല്ലെങ്കിൽ തിന്നാം, കൊല്ലാം എന്നുള്ള രീതി വെച്ച് സഹോദരനും കൂട്ടുപോയി. കാരണം എൻ്റെ ചേട്ടനെ ഘട്ടം വന്നാൽ കൂടെ ഒരാളുണ്ടാകണം. അങ്ങനെ ലക്ഷ്മണനും പോയി. അന്നത്തെ കാലത്ത് സ്ത്രീകൾ എപ്പോഴും ഭർത്താക്കന്മാർ ഇത്ര വയസ്സ് മൂത്തവരായിരിക്കും. ഭർത്താവിൻ്റെ എന്താണ് ഇഷ്ടമനുസരിച്ച് നീങ്ങുന്ന സ്ത്രീകളായിരുന്നു. അനിയും പോയതുപോലെ ഭാര്യയും കൂടെ പോയി. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ആ പോയതിനും തെറ്റ് പറയാനൊക്കത്തില്ല. അങ്ങനെയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ ഭരതന് രാജ്യം ഭരിക്കാനുള്ള അനുവാദം ചേട്ടൻ കൊടുത്തു. പക്ഷെ എന്നിട്ട് ആ സ്ഥാനത്ത് ഭ്രമിച്ചില്ല ഭരതൻ. നമുക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഭ്രമിക്കും അതിലേക്ക്. കുറച്ചു കാലം അധികാരത്തിൻ്റെ സുഖം അനുഭവിച്ചാൽ മിക്കവരുടെയും സ്വഭാവം മാറും. എന്നാൽ ഭരതൻ അങ്ങനെ ആയിരുന്നില്ല. രാമൻ തിരികെ വന്ന് ഭരണം ഏറ്റെടുക്കുന്ന ദിവസം നോക്കി, ഓരോ ദിവസവും നോക്കി, ഓരോ നിമിഷവും നോക്കി കാത്തിരിക്കുകയായിരുന്നു ഭരതൻ. രാമൻ വരാൻ വൈകിയാൽ ശരീരം ഉപേക്ഷിക്കാൻ പോലും ഭരതൻ തയ്യാറായിരുന്നു. പിന്നെ രാജാവായിരിക്കുമ്പം പ്രജകളുടെ നാഥനാണല്ലോ രാജാവ്. കാരണം മുണ്ടലെക്കുന്ന പ്രജയുടെ പരാതിയാണ് രാമൻ സ്വീകരിച്ചത്. രാവണനുമായിട്ട് പോയി. അപ്പം ജനങ്ങൾ രാജാവിൻ്റെ ഭാര്യ ഇങ്ങനെ രാജ്യത്തിലുള്ള സ്ത്രീകളൊക്കെ അതേ രീതിയിലാകിപ്പോകും, മാതൃകയല്ല. ഇന്നത്തെ കാലത്ത് മന്ത്രിയുടെ ഭാര്യയായിട്ട് മന്ത്രിയുടെ മക്കളാണ് എന്തെങ്കിലും തെറ്റ് ചെയ്ത ആ മന്ത്രിയുടെ മക്കൾ, മന്ത്രിയുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പം ഇന്നും ഇത് നടക്കുന്നതാണ്. അപ്പോൾ അതിനെ അറസ്റ്റ് ചെയ്യാറുണ്ട്, അവരെയും തെളിവെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ രാമൻ ചെയ്തോളൂ. അതിനുവേണ്ടി അങ്ങനെ ഒരു മാതൃക കാണിച്ചതാണ്. പ്രജകളുടെ നാഥനാണ്. ഇല്ലാതെ രാമൻ അറിയാൻ സീത അങ്ങനെ ഒന്നും ഇല്ലെന്നോ. പക്ഷെ പ്രജകളെ ബോധിപ്പിക്കണ്ടേ. പല മക്കളും പറയും സീതയെ രാമൻ
കാട്ടിക്കൊണ്ട് വിട്ടു, ഉപേക്ഷിച്ചു, കാട്ടിക്കൊണ്ട് വിട്ടു എന്ന് പറയും. ഗർഭിണിയായ സമയമാണ്. ആ സമയത്ത് കൂടുതലും ആത്മീയ കാര്യങ്ങൾ കേട്ടും ആണ് നീങ്ങേണ്ടത്. അതിനുവേണ്ടിയാണ് കൊണ്ട് ആശ്രമത്തിലേക്ക് വിട്ടത് തന്നെയാണ്. അങ്ങനെ ഈശ്വരനാമങ്ങൾ കേട്ട് കുഞ്ഞ് ജനിക്കുകയും വളരുകയാണ് ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രഹ്ലാദൻ്റെയും അഭിമന്യുൻ്റെയും ഒക്കെ കഥ. വയറ്റിൽ കിടന്ന് ഈശ്വരനാമം കേട്ട കാര്യങ്ങൾ. ഒരിക്കലും രാമന് സീതയെ തന്നെ ധന്യമായി കണ്ടിട്ടില്ല. രാമൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സീതയുണ്ടായിരുന്നു. അന്ന് വേണമെങ്കിൽ പല സ്ത്രീകളെയും പിന്നെയും കല്യാണം കഴിക്കാം, പക്ഷെ രാമൻ കല്യാണം കഴിച്ചില്ല. യജ്ഞം നടത്തിയപ്പോഴും സീതയുടെ പ്രതിമ വെച്ചിട്ടാണ് യജ്ഞം നടത്തിയത്. അപ്പം രാമൻ ഹൃദയത്തിൽ നിന്ന് അകറ്റിയില്ലെന്നില്ല, അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾക്ക് തെറ്റായ മാതൃക നൽകരുത്, അവർ നല്ല സംസ്കാരം വളരണം എന്നത് മാത്രമാണ് രാമൻ്റെ ചിന്ത.